എന്താണ് പൈപ്ര സ്കൂളിലെ കുട്ടികളുടെ പ്രതികരണങ്ങളൊക്കെ ഒന്ന് എടുക്കൂ. നമുക്ക് വളരെ വേഗം വന്ന് പ്രേക്ഷകരെ കാണിക്കാം. മൊത്തത്തിൽ എല്ലാവർക്കും വളരെ ഹാപ്പിയാണെന്ന് തോന്നുന്നു. പരീക്ഷാ ദിവസം എല്ലാവരും റെഡിയായി കോൺഫിഡൻസോടുകൂടി വന്നിട്ടുണ്ടാവും. എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ. സിനോജ്. അരുൺകുമാർ, കുട്ടികളൊക്കെ തന്നെ ഹാപ്പിയാണ്. പൈമ്പ്ര സ്കൂളിലെ കുട്ടികൾ പരീക്ഷ ഹാളിലേക്ക് കയറാൻ വേണ്ടി അവസാനമായിട്ട് ഒരുക്കത്തിൽ. എത്ര പരീക്ഷ എന്ന് പറഞ്ഞാലും അവസാന നിമിഷം കുട്ടികളൊന്ന് ബുക്കൊന്ന് മറച്ചു നോക്കും. എങ്ങനെയുണ്ടായിരിക്കും പരീക്ഷ? മലയാളം എളുപ്പമല്ലേ? പഠിച്ചോ? മോഡൽ പരീക്ഷയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു? സിമ്പിളായിരുന്നു. അപ്പോൾ ഈ പരീക്ഷ സിമ്പിളായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം മലയാളമാണോ? മലയാളമാണോ? അത് കണക്കോ? എല്ലാം ഇഷ്ടമാണ്. പഠിച്ചു കഴിഞ്ഞോ? രാവിലെ എത്ര മണിക്ക് എണീറ്റ്? രാവിലെ 5 മണി. 5 മണിക്ക്. രാത്രി എത്ര മണിക്ക് കിടന്നു? 10:30. 12 മണി. 10:30. രാത്രിയും രാവിലെ എണീറ്റ് പഠിച്ചു. ഇഷ്ടപ്പെട്ട വിഷയം മലയാളമാണോ? മലയാളമാണ്. സൂപ്പറാക്കോ? നോക്കോ. കെമിസ്ട്രിയാണ്. മലയാളം എങ്ങനെയാണ്? മോഡൽ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. വിന്യാസമൊക്കെ എഴുതുമോ? ഇല്ല. ടീച്ചർ എത്ര കുട്ടികളുടെ പരീക്ഷ നമുക്കൂടെ? 175 കുട്ടികളാണുള്ളത് പരീക്ഷയിൽ. കഴിഞ്ഞ വർഷം 100% വിജയമാണ്. ഈ വർഷം ഞങ്ങളത് നിലനിർത്തി പോരാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. അത് എന്തായാലും 100% ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന നല്ല കുട്ടികളാണ്. നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. 100% വിജയം നേടിയ ഒരു ഗവൺമെന്റ് സ്കൂളാണിത്. കുട്ടികളൊക്കെ തന്നെ നല്ല ആത്മവിശ്വാസത്തിലാണ്. ഈ കോഴിക്കോട് ജില്ലയിൽ 43,811 കുട്ടികൾ ഇന്ന് പരീക്ഷ എഴുതാൻ വേണ്ടി എത്തുന്നു. സംസ്ഥാനത്ത് 4,27,105 കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. എല്ലാം റെഡിയായോ പരീക്ഷയ്ക്ക്? മലയാളമാണോ ഇഷ്ടപ്പെട്ട വിഷയമാണോ? രാവിലെ എത്ര മണിക്ക് എഴുന്നേറ്റ് പഠിച്ചു? 5 മണി. എല്ലാവരും 5 മണിക്കാണ് എഴുതിക്കുന്നത്. നേരത്തെ ഒരു 5 മണിന്ന് പറഞ്ഞു. അത് ക്ലാസ് ഉണ്ട്. പിന്നെ വേറെ കണക്കിഷ്ടമാണോ? കണക്കിഷ്ടം. എല്ലാ വിഷയം ഇഷ്ടമാണോ? കുഴപ്പമില്ല. ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാ? എല്ലാം ഇഷ്ടമാണ്. ടെൻഷനുണ്ടോ? ടെൻഷനുണ്ട്. പക്ഷെ ചിരി കണ്ട ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. കയറാൻ സമയമില്ല. കുട്ടികളെ പരീക്ഷകളിലേക്ക് കയറുകയാണ്. നേരത്തെ തന്നെ എത്തി. ഒരു 8:30 മണിയോടുകൂടി തന്നെ കുട്ടികൾ ഇവിടെ എത്തി പരീക്ഷയ്ക്ക് എത്തിയിരുന്നു. വന്ന കുട്ടികളൊക്കെ തന്നെ കൂടുതലും പെൺകുട്ടികളാണ് പുറത്തുനിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആൺകുട്ടികളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞൊക്കെ ഓടി കളിക്കുന്നത് കാണാം. സാധാരണ ഈ സ്കൂളിൽ പരീക്ഷാ സമയത്ത് എത്തിയാൽ തന്നെ കാണുന്ന ദൃശ്യങ്ങളാണ്. പെൺകുട്ടികൾ ഇരുന്ന് അവസാന നിമിഷം വരെ പഠിക്കുന്നതാണ്. കൂട്ടം കൂടി ഇരുന്ന് കുട്ടികൾ പഠിക്കുകയാണ്. നിങ്ങൾ എന്താ അവസാന നിമിഷം പഠിക്കുന്നത്? മലയാളമാണ്. അതിൽ ഏതാ റിവൈസ് ചെയ്യുക? ഉപന്യാസമൊക്കെ എഴുതാൻ ഇഷ്ടമാണ്. മോഡൽ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ട വിഷയം ഏതാ? മാത്സ് ആണ്. മലയാളം വലിയ കുഴപ്പമില്ല. എ പ്ലസ് കിട്ടോ? എ പ്ലസ് കിട്ടും. രാവിലെ എത്ര മണിക്ക് എഴുന്നേറ്റ്? എല്ലാവരും 5 മണി. 5 മണിക്ക് എഴുന്നേറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം എണീക്കുന്നതാണ്? 5 മണി. 10ാം ക്ലാസ് തുടങ്ങിയ മുതൽ 5 മണിക്ക് എണീക്കും. എത്ര മണിക്ക് കിടക്കുന്ന? എത്ര മണിക്ക്? 10:30. ടൈം ടേബിൾ വെച്ചായിരുന്നു പഠിത്തോ? വെച്ചിട്ടുണ്ട്. ടൈം ടേബിൾ ഒരു വഴിക്കും നമ്മളെ എടുത്തൊരു വഴിക്കും. ആണല്ലേ. രാവിലെ എണീക്കാൻ മടിയുണ്ടായിരുന്നു? ഇല്ല. പേടിയുണ്ടോ? ഇല്ല. എല്ലാവരും ഹാപ്പിയാണല്ലോ കുട്ടികളൊക്കെ? ടീച്ചേഴ്സൊക്കെ എന്ത് പറയുന്നു പരീക്ഷയെ കുറിച്ച്? പഠിക്കണ്ടോ? മിസ് എല്ലാ കാര്യങ്ങളും സഹായിക്കും. ഓക്കെ, താങ്ക് യു സിനോജ്. കുട്ടികൾക്കെല്ലാം വളരെ ഹാപ്പിയാണ്, കൂളായിട്ടാണ് എഴുതുന്നത്. നമ്മുടെ സമയത്തെ പോലെ ടെൻഷനൊന്നും കുട്ടികളുടെ മുഖത്തില്ല. എല്ലാവരും പഠിച്ച് നല്ല വൃത്തിയായിട്ട് A+, A ഗ്രേഡും B ഗ്രേഡും C ഗ്രേഡും ഒക്കെ ഇഷ്ടമുള്ള ഗ്രേഡ് പോന്നോട്ടെ കോൺഫിഡൻസോട് കൂടി എഴുതുന്ന വിദ്യാർത്ഥികളാണ് നമുക്കിപ്പോൾ ഉള്ളത്.